പിഴച്ചവൾ ഭാഗം 57. ഏടോ ഡോക്ടറെ, നിന്റെ ഉണ്ടാക്കലുണ്ടല്ലോ, ഏത് സ്ഥലം മാറ്റും, തൊപ്പി തെറിപ്പിക്കും, അങ്ങനെയുള്ള വിരട്ടുകൾ, അത് കണ്ടു പഠിച്ചു വിറയ്ക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. പൂട്ടാൻ വിലങ്ങും കൊണ്ടാണ് വന്നത് എങ്കിൽ എനിക്ക് വിലങ്ങണീച്ച് പോയിട്ടേ ശീലമുള്ളൂ. അയ്യോ സോറി സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എങ്കിൽ പറ ഡോക്ടറെ, ഗിവാൻ ലൈവ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആരാണ് ഉപയോഗിക്കുന്നത്? എനിക്കറിയില്ല സാർ. CI ഡോക്ടറുടെ മോണിറ്റർ തനിക്ക് നേരെ തിരിച്ചു. ഡോക്ടറുടെ ഫോൺ ടേബിളിൽ വയ്ക്ക്. ഡോക്ടർ ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഫോൺ അയാൾക്ക് മുന്നിൽ വെച്ചു. ഡോക്ടറെ, ഞാനൊരു കഥ പറയട്ടെ. ഡോക്ടർ പറയണ്ട എന്ന് പറഞ്ഞാൽ ഞാനത് പറയും. ഒരു ഹോസ്പിറ്റലും അതിനെ ചുറ്റിപ്പറ്റി അവിടെ വരുന്ന രോഗികളെ ചൂഷണം ചെയ്ത് ചോര ഊറ്റിക്കൊടുക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയുടെയും കഥ. ഡോക്ടർ ഒരു ഭീകര സ്വപ്നം കണ്ടതുപോലെ അയാളെ തുറച്ചു നോക്കി. എന്താണ് ഡോക്ടർ ഇങ്ങനെ പേടിക്കുന്നത്? ഡോക്ടർ ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാം. എനിക്ക് പേടിയൊന്നുമില്ല സാർ. നിങ്ങൾ പറയുന്ന കഥ കേട്ട് ഞാൻ എന്തിനാണ് സാർ പേടിക്കുന്നത്? ഒരു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം പതുക്കെ ഉയർന്നു തുടങ്ങി. ഡോക്ടറെ, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഫോൺ ടേബിളിൽ വെക്കാൻ പറഞ്ഞിരുന്നു. ഇതേത് ഫോണാണ് ഡോക്ടർ? അത് പിന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ഫോണാണ്. പുള്ളി ഭയങ്കര ഫോൺ ഉപയോഗമാണ്. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ. ഇങ്ങുത്താ ഡോക്ടറെ. ഫോൺ ഡോക്ടർ CI ഏൽപ്പിക്കുമ്പോൾ അയാൾ ആലിലെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? കുറച്ചായി സാറേ. ഡോക്ടറെ, ഗിവാൻ ഗൈവ് എന്ന ഒരു വെബ്സൈറ്റിന് പുറകിൽ താങ്കളാണ് എന്ന് കേരള പോലീസിൻ്റെ മിടുക്കന്മാർ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഡോക്ടറെ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ മതി. നിങ്ങൾ എന്താണ് സാർ പറയുന്നത്? ഗിവാൻ ലൈവ് അങ്ങനെ ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട്. എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിൽ നോക്കാം. അതിലടക്കം അങ്ങനെയാണ് ഗിവാൻ ലൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ടേബിളിൽ വെച്ചു. ഗിവാൻ ടേക്ക് പോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഗിവാൻ ലൈവ്. അതിൽ കൂടുതൽ ഒന്നുമില്ല സർ. പക്ഷേ അതല്ല ഡോക്ടർ. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ സൈറ്റ് കുറച്ചു മുൻപ് തന്നെ ആളുകളെ വലവീശി അവരുടെ അവയവങ്ങൾ മുറിച്ചു വിൽക്കുന്നു എന്നതാണ് പരാതി. സർ, ആരാണ് ഈ പരാതിക്കാരൻ? സർ, ഇതൊക്കെ എന്നോട് പറയാൻ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ? അയാളുടെ വിസിറ്റിംഗ് കാർഡ് CIക്ക് നേരെ നീട്ടി. ഇത് കണ്ടോ സർ, ഇതിൽ ഇത്ര വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിന്നെയും ഞാൻ എങ്ങനെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുക? CI വിസിറ്റിംഗ് കാർഡ് തിരിച്ചും മറിച്ചും നോക്കി. ക്ഷമിക്കണം ഡോക്ടർ, ആരോ നൽകിയ ഒരു ഇൻഫർമേഷൻ ആണ്. സോറി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ സാർ. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ ആശുപത്രിയുടെ വളർച്ചയിൽ അസുയാലുക്കൾ ആരെങ്കിലും ആവും സാർ അങ്ങനെ പറഞ്ഞത്. അതെ, അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. ഞങ്ങൾ ഇറങ്ങി. CI യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഡോക്ടറുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ചിരി പതിയെ മറഞ്ഞു തുടങ്ങി. അയാൾ ഒന്ന് പല്ലുരമി. അവൻ്റെ അമ്മയുടെ ഒരു അന്വേഷണം. കക്കാൻ അറിയാമെങ്കിലേ സാമുവിലിന് നിൽക്കാനും അറിയാം. അയാൾ ഫോണെടുത്ത് നമ്പർ അമർത്തി ആരെയൊക്കെയോ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ച് ലാൻഡ് ലൈനിൽ നിന്ന് നമ്പർ ചെയ്ത് ചെവിയോടടുപ്പിച്ചു. ഞാൻ അനുവിന് മയക്കത്തിനുള്ള മരുന്ന് കൊടുത്തിരുന്നു. മയക്കം വിട്ടുമാറുമ്പോഴേ ഫുഡ് കൊടുക്കണം. ഇന്നൊരു പരിപാടി നടക്കില്ല. ഈ ഹോസ്പിറ്റലിൻ്റെ ഏതൊക്കെയോ വശത്ത് പോലീസുകാരുണ്ടെന്ന് അറിയുകൂടിയില്ല. എങ്ങനെയോ അവർക്ക് ഞാനിതിലുണ്ടെന്ന് ഒരു സംശയമുണ്ട്. ഡോക്ടർ അവിടെ നിന്നും ഇറങ്ങി നേരെ ബ്ലെസ്സിയുടെ റൂമിലേക്കാണ് പോയത്. ഡോക്ടറെ കണ്ടതും അവൻ എഴുന്നേറ്റിരുന്നു. ബ്ലെസ്സി, കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചു കെട്ടി ഒരുമാതിരി ബോധമില്ലാത്ത കളികൾ കളിക്കരുതെന്ന് ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവരെ രണ്ടുപേരെയും ലിഫ്റ്റിൽ വെച്ച് തീർത്തത് കൊണ്ടാണ് നീയും ഞാനും ഇങ്ങനെ സേഫായി നിൽക്കുന്നത്. അതിനിപ്പം ഞാൻ എന്ത് തേങ്ങ ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ തേങ്ങ ഉണ്ടാക്കിയ കാര്യമല്ല. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊബൈലിൽ വീഡിയോ വയ്ക്കരുതെന്ന്. മയക്കുമരുന്ന് കൊടുത്ത് അബോധാവസ്ഥയിലിരിക്കുന്ന പെൺകുട്ടികളുടെ പകർത്തി വയ്ക്കുന്ന വീഡിയോയിൽ ഒരെണ്ണം കിട്ടിയാൽ നമ്മളെല്ലാവരും തൂങ്ങും. ഇത്രയും ഒറിജിനാലിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നും ഡോക്ടറെ? എൻ്റെ പൊന്നു ബ്ലെസ്സി, നീ ആദ്യം ആ സാധനം വലിച്ചു കയറ്റുന്നത് നിർത്താമോ? അമിതമായ നിൻ്റെ ലൈംഗികാസക്തിയാണ് ഇതിനൊക്കെ കാരണം. ബ്ലെസ്സി ഒന്ന് ചിരിച്ചു. ആ ചിരി പതിയെ ഒന്ന് പൊട്ടിച്ചിരിയായി. അതൊക്കെ പോട്ടെ ഡോക്ടറെ, അനുവിൻ്റെ കാര്യം എന്തായി? മയങ്ങാനുള്ള മരുന്ന് കൊടുത്ത് കത്തിവെക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇവിടെ പോലീസ് എത്തിയ കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസിൽ പിന്നാമ്പുറത്ത് വന്ന് ഓടിക്കിറച്ച് മുറിയിൽ എത്തുമ്പോൾ കൃത്യമായി അവിടെയുണ്ട്. എൻ്റെ ഫോൺ
അവർ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അതിലെ പാസ്വേഡ് ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബംഗാളിയല്ല നിൻ്റെ ഫോൺ കൊണ്ടുപോകുന്നത്, കേരള പോലീസാണ്. അവർക്കൊരു മിനിറ്റ് പോലും വേണ്ട നിൻ്റെ ഫോണിൻ്റെ പൂട്ട് തീർക്കാൻ. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളെ വേണം ഡോക്ടറെ, അത് ശവമാവുന്നതിന് മുമ്പ്. സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ശരിക്കും നമ്മളെല്ലാം ലോക്കായ പോലെയാണ്. എനിക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. അവർ മഫ്തിയിൽ വരെ ആളെ നിർത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ നിനക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയും ബ്ലസി. പക്ഷേ നിൻ്റെ എടുത്തുചാട്ടം എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നീയും ഞാനും അടക്കം പുറം ലോകം കാണാൻ ബാക്കി ആരും ഉണ്ടാവില്ല. ഡോക്ടറെ, ഇങ്ങനെ പേടിച്ചാൽ എന്താ ചെയ്യുക? നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയൊന്നുമല്ലല്ലോ ഇത്. വയനാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ ഊരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നമുക്ക് കിട്ടിയ ലാഭം എത്രയാണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. എടോ, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതങ്ങനെയാണോ? ആദിവാസി വിഭാഗത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ശിക്ഷാ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർക്കറിയില്ലേ? അതിലെ 100-1 വരില്ല ഇത്. അത്ര എളുപ്പത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത വിഷയമാണ് ഇന്ന് ഡോക്ടർ കിടന്ന് വേർക്കുന്നത്. ബ്ലസി, ഒരു കുറ്റമാവുന്നത് അത് കണ്ടുപിടിക്കുന്ന സമയത്താണ്. ആദിവാസികളുടെ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പുറകെ പോകാൻ കുഴി തോണ്ടാനും ഒരിക്കലും ഒരുത്തനും വരില്ല. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കൊടകിൽ നമ്മൾ തീർത്ത കുഴിമാടങ്ങൾ അത്രയും. ഇതൊന്ന് തീരട്ടെ ഡോക്ടറെ. 18-19 തികയാത്ത കിളികളെ കൊണ്ട് എനിക്കൊരു വിലസണം. അപ്പോൾ നിൻ്റെ എൻ്റെ അനുവോ? അത് കൊള്ളാം. അവൾക്ക് ആ ദേവനാണ് വലുത്. എത്ര വലിച്ചെടുപ്പിച്ചാലും അരികിലേക്ക് അടുക്കാത്ത ഒരു വൃത്തികെട്ട സാധനം. എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി. സാധാരണ ഏത് പെണ്ണും മൂക്കുകുത്തി വീഴുന്ന നല്ല അസൽ പൈങ്കിളി പ്രണയത്തിൽ തുടങ്ങി സീരിയസ് പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും എടുത്തു നോക്കി. പക്ഷേ ഈ ആക്സിഡൻ്റായ ഒരു സിമ്പതി അല്ലാതെ അവൾക്ക് വേറെ ഒന്നുമില്ല. അവൾക്ക് നിനക്ക് അവളോടും ചെറുപ്പം മുതലേ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നത്? സംഭവം ശരിയാണ്, എനിക്ക് അവൾക്ക് എന്നോടും ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ അവളുടെ മൂഡ് മാറി. ദേവനെ അവൾ അത്രയോ വലിയ കാര്യമൊന്നുമല്ല. കാരണം അത് ഞാൻ അവളുടെ സംസാരത്തിൽ നിന്നും പലതവണ മനസ്സിലാക്കിയതാണ്. എന്നാലും അട്ട പിടിച്ചതുപോലെ അവൾ അവനിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തൻ്റെ പ്ലാൻ എന്താ ബ്ലസി? എനിക്ക് അവളെ വേണം. എൻ്റെ കൊതി തീരും വരെ അവളെ എനിക്ക് വേണം. അതിനു മുന്നേ അവളിൽ നിന്നും വിലപ്പെട്ടതെല്ലാം നമ്മൾ മുറിച്ചു മാറ്റണം. മരുന്നുകൾ നാവിൻ തുമ്പിൽ കൊടുത്ത് ബോംബെയിലും ബാംഗ്ലൂരിലും നമ്മുടെ മരുന്നുകൾ കച്ചവടം ചെയ്യുന്ന പെണ്ണ്. അവൾ ഇപ്പോൾ തന്നെ മരുന്നുകൾക്ക് അടിമയാണ്. പിള്ളേർ ഓരോ ഗുളികൾ വീതം പലപ്പോഴേ കൊടുക്കുന്നുണ്ട്. അത് നന്നായി. കേവലം 1-2 ഗുളികൾക്ക് വേണ്ടി അവളിങ്ങനെ എൻ്റെ മുന്നിൽ കിടക്കും. എനിക്ക് അവളെ ഒന്ന് കാണണം. ഞാൻ പോട്ടെ ഡോക്ടറെ അവളുടെ അടുത്തേക്ക്. ഇതാണ് പറഞ്ഞത്, നിനക്ക് ബുദ്ധി അല്പം കുറവുണ്ടെന്ന്. ഇവിടെ വന്ന 2 പോലീസുകാരാണ് ലിഫ്റ്റിൽ നിന്നും മരിച്ചത്. അവർ ഇവിടെ നിന്നും ശേഖരിച്ച ഡാറ്റാ വിവരങ്ങൾ ആരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊടുക്കാനുള്ള വല വിരിച്ച് അവർ കാത്തിരിപ്പുണ്ടാവും. അവർക്ക് അയ്യോ അമ്മേ എന്ന് വിളിക്കാനുള്ള സമയം നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. എന്തായാലും നീ ഇന്ന് പോണ്ട. എനിക്ക് അവളെ ഒന്ന് കാണാഞ്ഞിട്ട്. നിൻ്റെ ഈ മുഖം അവൾ ഇങ്ങനെ കണ്ടാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം? ആർക്ക് വേണം അവരുടെ പ്രതികരണം? 44 CI ജീപ്പിലിരുന്ന് തൻ്റെ ഡ്രൈവറെ നോക്കി. എടോ, വണ്ടി നേരെ ഗിരിജ ജഡ്ജിയുടെ വീട്ടിലേക്ക് പോട്ടെ. ഡ്രൈവർ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യാം.